ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അങ്കമാലി വാഹനാപകടത്തിലെ മരണത്തിൽ പ്രതിയുടെ പിതാവ് അറസ്റ്റിലായിരിക്കുന്നു. ജോർജ് മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് അങ്കമാലി പോലീസ്. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് ഈ അറസ്റ്റ്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ പ്രതിയുടെ പിതാവ് ജോർജ് മാത്യു അറസ്റ്റിലായിരിക്കുന്നു. പ്രതി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു നാടകീയമായ നീക്കത്തിലൂടെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, തികച്ചും നാടകീയമായ നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രതിയുടെ പിതാവായ ജോർജ് മാത്യുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് പിതാവായ ജോർജ് മാത്യു ആണെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുന്നത്. നേരത്തെ ഈ പ്രതിയായ സിറിയക് പി ജോർജിനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. അങ്ങനെ അന്വേഷണം തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. ഇന്നലെ കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് കോടതി അത് പരിഗണിക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ സാഹചര്യവുമുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പിതാവായ ജോർജ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ പ്രതി സിറിയക് പി ജോർജ് ഓടിച്ചിരുന്ന വാഹനം പിതാവിന്റെ പേരിലുള്ള വാഹനമാണെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് തുറവൂരിൽ നിന്ന് ഈ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴേക്കും ഈ പ്രതി ഓടിച്ചിരുന്ന വാഹനം പിതാവിന്റെ പേരിലുള്ള വാഹനമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ പ്രതിക്കായുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ പിതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. പിതാവിന്റെ പേരിലുള്ള വാഹനം ഈ പ്രതി ഓടിക്കുന്നു. അതിന് പുറമെ തന്നെ ഈ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിക്കുന്നു, ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുന്നു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.